എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ വീഡിയോയിൽ കമൻസിൽ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല എന്നുള്ള കമൻസ് എല്ലാം കണ്ടിരുന്നു. ഇനി നമ്മളുടെ ജാനുവരി 1 തൊട്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, നിങ്ങൾക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ അണിയറ പ്രവർത്തനങ്ങളും പിന്നെ ചെറിയൊരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ വന്നിട്ടുണ്ടായിരുന്ന ഒരു 3 ദിവസത്തെ ഗ്യാപ്പ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ജാനുവരി തൊട്ട് നിങ്ങൾക്ക് പുതിയൊരു സർപ്രൈസൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതുവരേക്കും നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരും തന്നെ ഇനിയും നമ്മളുടെ കൂടെ സപ്പോർട്ടിന് നിൽക്കും എന്നുള്ളതും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് നമ്മളുടെ ഒരു മോട്ടോ. അപ്പോൾ അതിനെല്ലാത്തിനും തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയാണ്. നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അറിയാവുന്നവർ അതൊന്ന് വേഗം എന്തെല്ലാമാണെന്ന് വേഗം ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേ. നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ എത്ര എണ്ണമുണ്ട്, അത് ഏതെല്ലാമാണ് എന്നുള്ളത് താഴെ ഒന്ന് വേഗം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ നമുക്ക് 5 എണ്ണമാണ് ഉള്ളത്. കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക് എന്നിവയാണ് നമ്മളുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ചുറ്റുപാടുമുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന അവയവങ്ങളെയാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. കണ്ണ് നമ്മളുടെ കാഴ്ച സാധ്യമാക്കുന്നു, ചെവി നമുക്ക് കേൾവി സാധ്യമാക്കുന്നു, മൂക്ക് നമുക്ക് ഗന്ധങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നൽകുന്നു, അതുപോലെ തന്നെ നാവ് രുചി അറിയാനും അതുപോലെ സംസാരിക്കാനുമുള്ള കഴിവ് നൽകുന്നു. പിന്നെ ത്വക്ക് സ്പർശം, അതുപോലെ തന്നെ ചൂട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാനായിട്ട് ത്വക്ക് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 5 എണ്ണത്തിൽ ഏറ്റവും പ്രധാനി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവയെല്ലാം തന്നെ തുല്യമായും പ്രാധാന്യം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഏതിനാണ് എന്ന് ചോദിച്ചാൽ അത് പ്രത്യേകമായി നമ്മളുടെ കണ്ണിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിനെ കുറിച്ച് എന്തെല്ലാമാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നതാണ് നമ്മളുടെ കണ്ണിൻ്റെ ഒരു ചിത്രം. ഇത് നമ്മളുടെ കണ്ണിനെ ഇങ്ങനെ പകുതിയായി മുറിച്ച് വെച്ചിരിക്കുന്നത് പോലെ, നമ്മളുടെ കണ്ണ് ഒരു ബോൾ പോലെയാണല്ലോ, അപ്പോൾ അതിനിങ്ങനെ നെടുകെ മുറിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ചിത്രമാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ സ്ക്ലീറ ഉണ്ട്, അതുപോലെ തന്നെ റെറ്റിന ഉണ്ട്, കോർണിയ ഉണ്ട്, ഐറിസ് ഉണ്ട്, പ്യൂപ്പിൾ ഉണ്ട്, പിന്നെ ഇതിലെന്താ അക്വസ് ഹ്യൂമറിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, ലെൻസ് ഉണ്ട്, അതുപോലെ വിട്രസ് ഹ്യൂമറിനെ കുറിച്ചുള്ളതുണ്ട്, പിന്നെ ഓപ്റ്റിക് ഡിസ്ക് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്റ്റിക് നെർവ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്, അതായത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പിക്ചർ എന്തിനിവിടെ വെച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കണ്ണിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതാണ് കണ്ണ് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിക്ചർ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് കാണിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ചിത്രത്തിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ണിനെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളുടെ ഇന്ദ്രിയാനുഭവത്തിൻ്റെ 80% പ്രദാനം ചെയ്യുന്നത് നമ്മളുടെ കണ്ണാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ 80% ഇന്ദ്രിയ പ്രദാനം ചെയ്യുന്നത് കണ്ണാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജ്ഞാനേന്ദ്രിയം ഏത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കണ്ണാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ നേത്ര കോടരം എന്നുള്ള ഭാഗത്താണ്. ഓക്കെ, തലയോട്ടിയിലെ നേത്രകോടരം എന്ന സ്ഥലത്താണ് നമ്മളുടെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ മറ്റേ തലയോട്ടീൻ്റെ സ്കെൽട്ടൽ രൂപം നമ്മൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ സിനിമയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ കണ്ണിൻ്റെ ഭാഗം ഒരു ഓട്ടയായിട്ട് ഒരു കുഴിയായിട്ടായിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. ആ കുഴിക്കകത്താണ് കണ്ണിരിക്കുന്നത് എന്നാണ് ഈ നേത്രകോടരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ആ നേത്രകോടരത്തിൽ കണ്ണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണിനകത്തുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും പഠിക്കുക. എന്നാൽ നമ്മളുടെ ഈ കണ്ണ് ആ സോക്കറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ബാഹ്യ കൺപേശികളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക.
ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ള പേശി ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ കൺപോളകളാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ള പേശിയാണ് കൺപോള എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഈ കൺപോളകൾ അറിയപ്പെടുന്നത് കണ്ണിൻ്റെ കാവൽക്കാർ എന്നാണ്. ഇനി നമ്മളുടെ ഈ നേത്രഗോളത്തിൽ 3 പാളികളാണ് ഉള്ളത്. ഓക്കെ, 3 പാളികളാണ് നമ്മളുടെ നേത്രഗോളത്തിന് ഉള്ളത്. ഓക്കെ, ഇവിടെ കണ്ടല്ലോ, സ്ക്ലീറ, അതുപോലെ തന്നെ ബാക്കിയുള്ള 2 പാളികൾ, എന്താ, കൊറോയിഡ് എന്നുള്ളതും റെറ്റിന എന്നുള്ളതും. ഓക്കെ, അങ്ങനെ 3 പാളികളാണ് നേത്രഗോളത്തിനുള്ളത്. ഇതിലേറ്റവും പുറമേ ഉള്ള പാളിയാണ് സ്ക്ലീറ. അതിനെ ദൃഢപടലം എന്നാണ് മലയാളത്തിൽ പറയുക. ദൃഢപടലം എന്നാണ് കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി അറിയപ്പെടുന്നത്. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി കണ്ണിൻ്റെ കട്ടിയുള്ളതും വെളുത്തതുമായ ഭാഗമാണ് ദൃഢപടലം. നമ്മൾ കണ്ണിൽ നോക്കുന്ന സമയത്ത് കണ്ണിലെ വെള്ള ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്ന് പറയുന്നത്. ഇനി ഈ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു നേർത്ത സ്തരമാണ് നേത്രാവരണം എന്നറിയപ്പെടുന്നത്. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്ന ശരീരഭാഗമാണ് കോർണിയ എന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കുന്ന ശരീരഭാഗമാണ് ഈ കാണുന്ന കോർണിയ. നേത്രത്തിൻ്റെ ദൃഢപടലത്തിൻ്റെ സുതാര്യമായ മുൻഭാഗമാണ് കോർണിയ എന്നുള്ളത് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് കണ്ണിൻ്റെ മുൻഭാഗത്ത് ഒരു വൃത്താകൃതിയിൽ കാണുന്ന ഗ്ലാസ് പോലെ സുതാര്യതയുള്ള ഒരു ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് നമ്മുടെ സ്ക്ലീറനെ കുറിച്ച് നോക്കാനുള്ളത്, അല്ലെങ്കിൽ ദൃഢപടലത്തിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് നമുക്ക് നമ്മളുടെ അടുത്ത പാളിയായിട്ടുള്ള കൊറോയിഡിനെ കുറിച്ച് നോക്കാം. കൊറോയിഡിൻ്റെ മലയാളം എന്ന് പറയുന്നത് രക്തപടലം എന്നാണ്. ഓക്കെ, ദൃഢപടലം എന്ന് പറയുന്നത് ഇങ്ങനെ കട്ടിയുള്ള സ്ക്ലീറനെയാണ്. ഇനി രക്തപടലം എന്ന് പറയുന്നത് ഈ കൊറോയിഡിനെയാണ്. ഈ കൊറോയിഡിൻ്റെ കളർ തന്നെ കണ്ടോ, ഒരു റെഡാണ്. ഓക്കെ, അപ്പം കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും എത്തിക്കുന്ന മധ്യപാളിയാണ് രക്തപടലം. ഓക്കെ, കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും എത്തിക്കുന്ന മധ്യപാളിയാണ് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതുപോലെ കണ്ണിൽ പ്രവേശിക്കുന്ന അമിത പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതും ഈ രക്തപടലമാണ്. ഓക്കെ, അപ്പോൾ രക്തപടലം എന്നുള്ളത് കൊറോയിഡ് എന്നുള്ളത് അറിയപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും എത്തിക്കുന്നു. അതുപോലെ തന്നെ കണ്ണിൽ പ്രവേശിക്കുന്ന അമിത പ്രകാശത്തെ ആഗിരണവും ചെയ്യുന്നത് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് ആണ്. അത്രയാണ് നമുക്ക് കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലത്തെക്കുറിച്ച് നോക്കാനുള്ളത്. ഇനി കണ്ണിലെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്നറിയപ്പെടുന്നത്. ഓക്കെ, കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ദൃഷ്ടിപടലം, റെറ്റിന. ഓക്കെ, ഈ റെറ്റിനയിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കുള്ള നാഡിയാണ് ഈ കാണുന്ന ഒപ്റ്റിക് നെർവ്. ഓക്കെ, റെറ്റിനയിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കുള്ള നാഡിയാണ് ഒപ്റ്റിക് നെർവ് എന്നുള്ളത് അറിയപ്പെടുന്നത്. ഇനി ഈ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് ദൃഢപടലം. ഓക്കെ, ദൃഢപടലം അല്ല, ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ കോർണിയയ്ക്ക് പിന്നിലെ രക്തപടലത്തിൻ്റെ മുൻഭാഗമാണ് ഐറിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോർണിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ക്ലീറൻ്റെ മുന്നിലുള്ള ഒരു ആവരണമാണ് കോർണിയ എന്നറിയപ്പെടുന്നത്. ആ കോർണിയയ്ക്ക് പിന്നിലെ രക്തപടലത്തിൻ്റെ മുൻഭാഗമാണ് ഐറിസ്. കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്ലീറയിലാണ്. അതിന് ശേഷമാണ് കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം ഉള്ളത്. ആ രക്തപടലത്തിൻ്റെ മുൻഭാഗമാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ഐറിസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഐറിസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഐറിസ്. അത് രക്തപടലത്തിൻ്റെ മുൻഭാഗമാണ് ഈ ഐറിസ് എന്ന് പറയുന്നത്. ഇനി കൃഷ്ണമണിക്കു പിന്നിലാണ് കോൺവെക്സ് ലെൻസ് സ്ഥിതി ചെയ്യുന്നത്. ഈ
നമ്മളുടെ ഐറിസ് ഉണ്ടല്ലോ, ഈ ഭാഗത്തും ഉണ്ട് ഐറിസ്, ഈ ഭാഗത്തും ഉണ്ട്. അതിനിടയിൽ കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പിന്നിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്, നമ്മളുടെ ലെൻസ് കാണപ്പെടുന്നത്. നമ്മളുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഈ കാണുന്നത് എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. കണ്ടില്ലേ, ഇവിടെ രണ്ട് നടുവും എന്താണ്, ഇങ്ങനെ പുറത്തേക്ക് തള്ളിയ പോലെയാണ്. അതാണല്ലോ കോൺവെക്സ് ലെൻസ്. അപ്പം നമ്മളുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അത് നമ്മളുടെ കൃഷ്ണമണിക്ക് പിന്നിലായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ ഈ ഐറിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ളൊരു സുഷിരമാണ് ഈ കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഐറിസിൻ്റെ ഒരു മുൻഭാഗത്തുള്ള സുഷിരത്തെയാണ് അല്ലെങ്കിൽ സുഷിരം പോലെയുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് പറയുന്നത്. അതിന് പിന്നിലായിട്ട് കോൺവെക്സ് ലെൻസും കാണപ്പെടുന്നുണ്ട്. ഇനി നോക്കാനുള്ളത് നമ്മളുടെ ഈ സ്ക്ലീറ ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ദൃഢപടലമുണ്ടല്ലോ, ആ ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു സ്തരമാണ് കൺജക്റ്റീവ എന്നറിയപ്പെടുന്നത്. ഓക്കെ, കൺജക്റ്റൈവ എന്ന് അറിയപ്പെടുന്നത്. അത് എവിടെയില്ല, കോർണിയയിലില്ല, ബാക്കിയുള്ള സ്ഥലത്തുള്ള ഒരു ആവരണമാണ് എന്ത്, കൺജക്റ്റീവ എന്നുള്ളത് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഐറിസ്, അത് നമ്മളുടെ കണ്ണിൽ എങ്ങനെയാണ്, അതായത് നമ്മളുടെ കണ്ണിലുള്ള ആ കറുപ്പ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഐറിസ് എന്ന് പറയുന്നത്. ആ കറുപ്പിനകത്ത് നമുക്കൊരു ചെറിയൊരു കറുപ്പ് റൗണ്ട് കാണാൻ കഴിയുമല്ലോ, അതാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്, കൃഷ്ണമണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഐറിസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ആ വലിയ വട്ടത്തിനകത്തുള്ള ചെറിയ കറുപ്പിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ ഐറിസ് ഓരോരുത്തർക്കും ഓരോ കളറിലായിരിക്കുമല്ലോ, അതായത് ഓരോരുത്തർക്കും എന്നല്ല, ചിലവർക്ക് വ്യത്യസ്ത കളറിലായിരിക്കും. ഓക്കെ, അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഐറിസിന് നമ്മൊരു ഏഷ്യൻസ് എല്ലാവർക്കും ഐറിസിന് ഇരുണ്ട നിറമായിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ അങ്ങനെ ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ആ മെലാനിൻ്റെ അളവിൻ്റെ വ്യതിയാനമാണ് കൃഷ്ണമണിക്ക് വേറെ കളറിലായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഈ പൂച്ചക്കണ്ണ് എന്നെല്ലാം പറയുമല്ലോ, അതെല്ലാം ഈ ഐറിസിന് ആ മെലാനിൻ്റെ അളവിൽ കമ്മി ആയതുകൊണ്ട് ആയിരിക്കും. ഇനി നമ്മളുടെ ഈ കൃഷ്ണമണി അല്ലെങ്കിൽ ഈ പ്യൂപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അതായത് നിറയെ നമുക്ക് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ വളരെ ചെറുതായിട്ട് മാറുകയും, ഇനി നമ്മൾ ഈ ഒരു ഇരുണ്ട വെളിച്ചത്തിലാണ് നമ്മൾ എന്തെങ്കിലും നോക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ പ്യൂപ്പിൾ വികസിച്ച് വലിപ്പം വയ്ക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അതിന് ബാക്കിയുള്ളത് നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇതെന്താണ്, രണ്ട് ഭാഗത്തും മുന്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതെന്തെന്നാണ് അറിയപ്പെടുന്നത്, ബൈ കോൺവെക്സ് ലെൻസ് എന്നാണ് അതറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ കണ്ണിലെ ലെൻസിന് ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളെയാണ് നമ്മൾ സീലിയറി പേശികൾ എന്ന് അറിയപ്പെടുന്നത്. ഇതെവിടെ സീലിയറി ബോഡി എന്നുള്ളത് കൊടുത്തിട്ടില്ലേ. അപ്പം അങ്ങനെ ഒരു വൃത്താകൃതിയിൽ നിൽക്കുന്ന നമ്മളുടെ പേശികളെയാണ് നമ്മൾ സീലിയറി പേശികൾ എന്ന് പറയുന്നത്. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. വക്രത എന്ന് പറയുമ്പോൾ കർവേച്ചർ, അതിൻ്റെ ആ ഒരു വളവ്, അതിനെയാണ് ഈ വക്രത എന്ന് പറയുന്നത്. അത് ക്രമീകരിക്കുമ്പോഴാണ് നമുക്ക് ഫോക്കസ് എല്ലാം വ്യത്യാസമായിട്ട് വരുന്നത്. അതായത് അടുത്തുള്ളതിനെ കാണില്ല അല്ലെങ്കിൽ ദൂരെയുള്ളതിനെ കാണില്ല എന്നെല്ലാം പറയുന്നത് നമ്മളുടെ ഈ ലെൻസിൻ്റെ വക്രതയ്ക്ക് അനുസരിച്ചിട്ടാണ്. അതിനെ ക്രമീകരിക്കുന്നത് ഈ സീലിയറി പേശികളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ ഈ റെറ്റിനയെ കുറിച്ചാണ്. ഓക്കെ, റെറ്റിനയിൽ നമ്മൾ പറഞ്ഞു പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് ദൃഷ്ടിപടലമായിട്ടുള്ള റെറ്റിനയിലാണ് എന്ന് പറഞ്ഞു. എന്താണ് ഈ പ്രകാശഗ്രാഹികൾ എന്ന് ചോദിച്ചാൽ പ്രകാശത്തെ വലിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ പ്രകാശത്തെ വലിച്ച് സ്വീകരിക്കാനുള്ള കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ പ്രകാശഗ്രാഹികൾ എന്ന് പറയുന്നത്. അത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ പ്രകാശഗ്രാഹികൾ എന്നറിയപ്പെടുന്നത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവ. അപ്പോൾ റെറ്റിനയിലെ
റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗത്തെയാണ് നമ്മൾ അന്ധബിന്ദു എന്ന് പറയുന്നത്. കാഴ്ചശക്തി ഇല്ലാത്ത ഭാഗമാണ് നമ്മൾ അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗമാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഈ കോൺവെക്സ് ലെൻസിൻ്റെ വക്രതയെ കുറിച്ച്. അപ്പോൾ ഒരു മുന്നിലുള്ള ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം നമ്മളുടെ ഈ ലെൻസിലെല്ലാം തട്ടി അതിൻ്റെ വക്രതയ്ക്ക് അനുസരിച്ചിട്ട് ഈ റെറ്റിനയിൽ അതിൻ്റെ പ്രതിബിംബം വന്ന് പതിക്കും. ഓക്കെ, ആ പതിക്കുന്നത് നമ്മളുടെ ഈ ബ്ലൈൻഡ് സ്പോട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണില്ല, നമുക്ക് ആ ആ ഒരു ഇമേജിനെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല, ആ വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അല്ല ആ ഒരു പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം അത് പതിക്കുന്നത് യെല്ലോ സ്പോട്ടിലാണ്, പീതബിന്ദുവിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു എന്നറിയപ്പെടുന്നത്. പീതബിന്ദുവിലാണ് ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമ്മൾ ചെറിയൊരു വസ്തുവിനെ നല്ല സൂക്ഷിച്ച് നമ്മൾ അടുത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നോക്കിയിട്ട് വളരെ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ വസ്തുവിൻ്റെ പ്രതിബിംബം പോയി പതിക്കുന്നത് നമ്മളുടെ പീതബിന്ദുവിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു വസ്തുവിനെ കണ്ടു, ഇവിടെ ഒരു വസ്തു ഉണ്ട്, ആ ഒരു വസ്തുവിനെ നമ്മൾ കണ്ടു, അതെല്ലാം വന്ന് അതിൻ്റെ പ്രതിബിംബമൊക്കെ വന്ന് നമ്മളുടെ റെറ്റിനയിൽ വന്ന് പതിക്കുകയും ചെയ്തു. അങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ ഈ റെറ്റിനയിൽ നിന്നാണ് എന്ത് പോകുന്നതെന്ന് പറഞ്ഞ് നമ്മളുടെ ഒപ്റ്റിക് നെർവ്സ് പോകുന്നത് എന്നുള്ളത് പറഞ്ഞു. നേത്രനാഡികൾ പോകുന്നത് നമ്മളുടെ റെറ്റിനയിൽ നിന്നാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ റെറ്റിനയിലാണല്ലോ നമ്മളുടെ ഈ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം വന്ന് പതിക്കുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക് നെർവുകൾ എന്ത് പറയും, നേരെ നമ്മളുടെ തലച്ചോറിലേക്ക് എങ്ങനെ ഒരു പ്രതിബിംബം വന്നിട്ടുണ്ട്, അതെന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് വന്നിട്ടുണ്ട്, അതിനെന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് അങ്ങ് നമ്മുടെ ബ്രെയിനിലേക്ക് ഓരോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ആവേഗങ്ങളെ പറഞ്ഞു വിടും. ഓക്കെ, അപ്പോൾ ആ ബ്രെയിന് എന്താ ചെയ്യണ്ടേ എന്നുള്ളതിനെ നോക്കിയിട്ട് ആ വേറെ ആവേഗങ്ങളെ തിരിച്ച് നമ്മളുടെ ഈ കണ്ണിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു ഈച്ചയാണ് നമ്മളുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒപ്റ്റിക് നെർവിൽ ആ വസ്തു വന്ന്, അതായത് ഈച്ച വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ നമുക്ക് പ്രതിബിംബം എവിടെ തട്ടിയിട്ടുണ്ടാവും, റെറ്റിനയിൽ തട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് എത്തിക്കും. അപ്പോൾ ബ്രെയിന് പറയും, അയ്യോ അത് ഈച്ചയാണ്, അത് വേഗം കണ്ണടച്ചോ എന്നുള്ളൊരു സിഗ്നൽ നമ്മളുടെ കണ്ണിലെ കൺപോളകളിലേക്ക് ഒരു ആവേഗം തിരിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ നമ്മൾ കണ്ണ് ചിമ്മിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വസ്തുവിനെ തിരിച്ചറിയുന്നതിനും ഈ നമ്മളുടെ ഈ ദൃഷ്ടിപടലത്തിൽ പെടുന്ന പ്രതിബിംബം എന്തിൻ്റെയാണ് എന്നെല്ലാം തിരിച്ചറിയാനായിട്ട് അത് ബ്രെയിനിലേക്ക് ആവേഗങ്ങളെ പറഞ്ഞു വിടുന്ന നാഡികളാണ് ഈ നേത്രനാഡികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ണിൽ വലിയൊരു സ്ഥലം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ. ഓക്കെ, അപ്പോൾ ഈ വലിയൊരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിട്രിയസ് അറ എന്ന് പറയുന്നത്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ടാണ് എന്തുള്ളത്, ഈ വിട്രിയസ് അറ കാണപ്പെടുന്നത്. ലെൻസിനും അതുപോലെ തന്നെ നമ്മളുടെ റെറ്റിനയ്ക്കും ഇടയിലായിട്ടാണ് ഈ വിട്രിയസ് അറ കാണപ്പെടുന്നത്. ഇനി ഈ വിട്രിയസ് അറയ്ക്കുള്ളിൽ എന്തുണ്ട്, വിട്രിയസ് ദ്രവം കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ കണ്ണിൽ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ. ആ വിട്രിയസ് അറയ്ക്കുള്ളിൽ വിട്രിയസ് ദ്രവം കാണപ്പെടുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന അറയാണ് അക്വസ് അറ എന്നുള്ളത് അറിയപ്പെടുന്നത്. ഓക്കെ, അക്വസ് അറ എന്നറിയപ്പെടുന്നത് എന്താണ്, നമ്മളുടെ ലെൻസിനും കോർണിയയ്ക്കും ഇടയിലുള്ള അറയാണ്. അതിലെന്തുണ്ട്, അക്വസ് ദ്രവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് നോക്കാനുള്ളത്, നമ്മളുടെ കണ്ണിൻ്റെ അനാട്ടമീനെ കുറിച്ച് നോക്കാനുള്ളത്. അതായത് അതിലേതെല്ലാം ഭാഗമുണ്ട്, ആ ഭാഗങ്ങളിൽ എന്തെല്ലാമാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ റെറ്റിനയിൽ അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിൽ എന്തുണ്ട്, പ്രകാശഗ്രാഹികളായിട്ടുള്ള റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഉണ്ട്. അത് നമ്മളുടെ അന്ധബിന്ദുവിൽ ഇവർ രണ്ടുപേരും ഉണ്ടാവില്ല, പീതബിന്ദുവിൽ ഇവർ നിറയെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു.
അപ്പം ഇവരെന്ന് പറയുന്നത് പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ ഉത്തേജിതമാകുന്ന റെറ്റിനയിലെ 2 തരം ഗ്രാഹികളെയാണ് നമ്മൾ റോഡ് കോശം എന്നും കോൺ കോശം എന്നും പറയുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളെയാണ് നമ്മൾ റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ അറിയപ്പെടുന്നത്. പിന്നെ വസ്തുക്കളെ കറുപ്പായും വെളുപ്പായും കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളാണ് റോഡ് കോശങ്ങൾ. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾക്ക് നമ്മുടെ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളാണ് റോഡ് കോശങ്ങൾ. ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് റോഡ് കോശങ്ങളാണ്. ഇനി വർണ്ണങ്ങൾ കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളാണ് കോൺ കോശങ്ങൾ. അതുപോലെ ഈ കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഇപ്പം പറയുന്ന റോഡ് കോണിനെ കുറിച്ച് ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുന്നവർ അതിനെ പ്രത്യേകമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ എന്നുള്ളത്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. ഓക്കെ, അയഡോപ്സിൻ എന്ന വർണ്ണവസ്തുവാണ് കോൺ കോശങ്ങളിൽ കാണപ്പെടുന്നത്. അതറിയപ്പെടുന്നത് വിഷ്വൽ വയലറ്റ് എന്നാണ്. ഓക്കെ, ഇനി മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം അതിൽ കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ്. മൂങ്ങയുടെ കണ്ണിൽ എന്ത് കുറവായിരിക്കും? ഈ വർണ്ണവസ്തു ഉള്ള നമ്മളുടെ കോൺ കോശങ്ങൾ അപര്യാപ്തമാണ്, തീരെ തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം. ഇനി റോഡ് കോശങ്ങൾ കാണപ്പെടുന്ന പക്ഷിയാണ് മൂങ്ങ. ഓക്കെ, അതുപോലെ നമ്മുടെ നൊക്ടേണൽ അനിമൽസ്, അതായത് രാത്രി സഞ്ചാരികളായിട്ടുള്ള അനിമൽസിലെല്ലാം, മൃഗങ്ങളിലെല്ലാം തന്നെ ഏത് കോശമായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. രാത്രി സഞ്ചാരികളായിട്ടുള്ള മൃഗങ്ങളുടെ കണ്ണിൽ ഏത് കോശമായിരിക്കും കൂടുതലായിട്ടും കാണപ്പെടുക? റോഡ് കോശങ്ങളായിരിക്കും, കോൺ കോശങ്ങളായിരിക്കും? ഓക്കെ, ഒന്ന് വേഗം കമൻറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ റോഡ് കോശങ്ങൾ കാണപ്പെടുന്ന പക്ഷിയാണ് മൂങ്ങ എന്നുള്ളതും കൂടി അതിൻ്റെ ഇടയിൽ ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മളുടെ കണ്ണീര്, രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം എന്നറിയപ്പെടുന്നത്. ആ ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് എന്നുള്ളൊരു പോയിന്റും കൂടി ഇതിൻ്റെ ഇടയിലൊന്ന് കയറ്റി പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മളുടെ കണ്ണിന് സുഖകരമായ ഒരു നിറം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ നിറങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അറിയാവുന്നവരോ അതും കൂടി ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. കണ്ണിന് സുഖകരമായ നിറം ഏതാണ്? നമ്മുടെ കണ്ണിന് സുഖകരമായ നിറമാണ് മഞ്ഞ. ഓക്കെ, ഇനി റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് റോഡോപ്സിൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ എന്നുള്ളത്. എന്നാൽ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. ഇനി ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനാൾ. ഈ റോഡോപ്സിൻ അറിയപ്പെടുന്നത് വിഷ്വൽ പർപ്പിൾ എന്നാണ് കേട്ടോ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്നതാണ് അയഡോപ്സിൻ. എന്നാൽ വിഷ്വൽ പർപ്പിൾ എന്നാണ് റോഡോപ്സിൻ അറിയപ്പെടുന്നത്. ഇത് ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സിനിലെ ഒരു ഘടകമാണ് റെറ്റിനാൾ. ഇനി ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമ്മൾ കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ എന്ന് പറഞ്ഞു. എന്നാൽ കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് ഫോട്ടോപ്സിൻ. അതുതന്നെയാണ് ഈ അയഡോപ്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഫോട്ടോപ്സിൻ എന്ന് തന്നാലും അയഡോപ്സിൻ എന്ന് തന്നാലും അത് കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി പൂച്ച, നായ എന്നിവയുടെ കണ്ണുകൾ രാത്രിയിൽ തിളങ്ങാൻ കാരണം അവയുടെ കണ്ണുകളിൽ ടപ്പിറ്റം എന്ന പ്രതിഫലന ശേഷിയുള്ള പാളി ഉള്ളതിനാലാണ്. ഓക്കെ, ടപ്പിറ്റം എന്ന പ്രതിഫലന ശേഷിയുള്ള പാളി ഉള്ളതിനാലാണ് പൂച്ച, നായ എന്നിവയുടെ കണ്ണുകൾ രാത്രിയിൽ തിളങ്ങാൻ കാരണം. ഓക്കെ,
പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കാഴ്ച സാധ്യമാക്കുന്ന മസ്തിഷ്ക ഭാഗം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്നൊന്ന് ഇന്നലെ ക്ലാസ് കണ്ടവരാണെങ്കിൽ ഒന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. നമ്മളുടെ കാഴ്ച എന്ന അനുഭവം യാഥാർത്ഥ്യമാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി കണ്ണുനീരിലുള്ള രാസാഗ്നിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ലൈസോസൈം എന്ന് പറഞ്ഞു. ഇനി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് നമ്മൾ സമഞ്ജന ക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ, സമഞ്ജന ക്ഷമത. ഇതൊന്നും എന്തിലില്ല? നമ്മളുടെ സ്ലൈഡിൽ ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സമഞ്ജന ക്ഷമത എന്നുള്ളത് കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് പറയുന്നത്. ഇനി ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കും. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. ഇത് PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ വീക്ഷണ സ്ഥിരത എന്നുള്ളത്? ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ്, ഒരു സെക്കൻഡിൻ്റെ 16 ഭാഗം സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസം. അത് തന്നെയാണ് നമ്മൾ വീക്ഷണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനുഷ്യനേത്രത്തിലെ കോർണിയയിൽ പുതുതായിട്ട് കണ്ടുപിടിച്ചൊരു പാളിയാണ് ദുവപാളി, ദുവാസ് ലെയർ എന്നറിയപ്പെടുന്നത്. ഈ ദുവപാളി കണ്ടുപിടിച്ചത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹർമീന്ദർ സിംഗ് ദുവ ആണ്. ഓക്കെ, ഇനി ജനിച്ച 3 ആഴ്ച പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീര് ഉണ്ടാകുന്നത്. ഓക്കെ, ജനിച്ച് കഴിഞ്ഞ് 3 ആഴ്ച പ്രായമാകുമ്പോൾ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് കണ്ണുനീര് ഉണ്ടാവുന്നത്. ഇനി 20/20 എന്ന പദം വ്യക്തമായ കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ കാഴ്ചയുടെ ശക്തിയെക്കുറിച്ചാണ് ഈ 20/20 എന്നുള്ളത് പറയുന്നത്. ഇനി നമ്മളുടെ കണ്ണിലെ തിളക്കത്തിൻ്റെ കാരണം സിങ്കാണ്. അതുപോലെ കണ്ണുനീരിൽ കാണുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചാലും അത് സിങ്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ണിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ കണ്ണിന് വരാവുന്ന രോഗങ്ങളെക്കുറിച്ച്, നേത്ര വൈകല്യങ്ങൾ അല്ലെങ്കിൽ അവയുടെ രോഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥേനെയാണ് നമ്മൾ വർണ്ണാന്ധത, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. വർണ്ണാന്ധത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറമാണ് നീല. അതായത് പ്രാഥമിക വർണ്ണങ്ങളിൽ, നമുക്ക് പ്രാഥമിക വർണ്ണങ്ങൾ 3 അതിലെ നീലയാണ് വർണ്ണാന്ധത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം. അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പും പച്ചയും. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്ധതയാണ്. ഇനി ആ വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുറേ ഡോട്ടഡ് ആയിട്ടായിരിക്കും, കുറേ കളർ ഡോട്ട്സ് ഉണ്ടാവും. അതിനിടയിൽ നമുക്ക് വർണ്ണാന്ധത ഇല്ലാത്തവർക്ക് അതിൽ നമ്പേഴ്സ് ഒന്നും തന്നെ കാണാൻ കഴിയില്ല. എന്നാൽ വർണ്ണാന്ധതയുള്ളവർക്ക് എന്ത് കാണാൻ കഴിയും? അതിൽ നീല കളറിൽ എഴുതിയിട്ടുള്ള ലെറ്റർ അല്ലെങ്കിൽ നമ്പർ അവർക്കത് വായിക്കാൻ കഴിയും. പക്ഷെ അവർക്ക് ചുവപ്പിലോ പച്ചയിലോ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ഒന്നും തന്നെ വായിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ സിനിമയിലും കണ്ടിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ. ഇനി കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും എല്ലാം തന്നെ അവരത് ചെക്ക് ചെയ്യും. ഇനി ഈ വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അതുകൊണ്ടാണ് അതിന് ഡാൾട്ടനിസം എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നത്. എന്നാൽ ഈ വർണ്ണാന്ധതയെക്കുറിച്ച് ആദ്യമായിട്ട് വിശദീകരിച്ചത് റോബർട്ട് ബോയിൽ ആണ്. ഓക്കെ, ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥേനെയാണ് നമ്മൾ നിശാന്തത എന്ന് പറയുന്നത്. അത് ജീവകം എയുടെ അപര്യാപ്തതയാണ് നിശാന്തതയ്ക്ക് കാരണമായിട്ട് വരുന്നത്. ഇനി നമ്മളുടെ കണ്ണിൽ എന്തെങ്കിലും അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ട് നമ്മൾ ഈ കാറ്റുകാലമൊക്കെ ആകുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നതാണ് ഈ കൺജക്റ്റിവൈറ്റിസ്. ഇനി പ്രായം കൂടുന്തോറും കണ്ണിൻ്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്.
ഈ പ്രസ്ബയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കണം. ഈ ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. PSC അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും കണ്ണിൻ്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥയാണ്. അത് പരിഹരിക്കാനായിട്ട് കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി പ്രായം കൂടുന്നതിൻ്റെ ഫലമായി കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പ്രായം കൂടുന്നതിൻ്റെ ഫലമായിട്ട് കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. ഇനി അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ എന്നറിയപ്പെടുന്നത്. അവർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. ആ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയുന്നത്. ആ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺകേവ് ലെൻസാണ്, അവതല ലെൻസ് ആണ്. ഇതിൽ ഈ ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുന്നിലായിട്ട് ആയിരിക്കും. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണ് ഈ ഹ്രസ്വദൃഷ്ടിക്ക് കാരണമായിട്ട് വരുന്നത്. അങ്ങനെയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ആ റെറ്റിനയ്ക്ക് മുൻപിലായിട്ട് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നതാണ്. ഓക്കെ, അവരുടെ നേത്രഗോളത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അപ്പോൾ അവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് പിന്നിലായിട്ട് ആയിരിക്കും. അപ്പോൾ ആ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇനി ആ നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം, വിഷമദൃഷ്ടി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്നറിയപ്പെടുന്നത്. അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. ഓക്കെ, ഇനി അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ മർദ്ദം വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ. ഓക്കെ, അക്വസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്വസ് അറയുണ്ട്, അതിൽ അക്വസ് ദ്രവമുണ്ട് എന്നുള്ളതെല്ലാം. അതിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ മർദ്ദം വർദ്ധിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. പിന്നെ രണ്ടു കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്, സ്ക്വിൻഡ് ഐ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സ്ക്വിൻഡ് ഐ എന്നറിയപ്പെടുന്നത് കോങ്കണ്ണ് എന്നുള്ളതാണ്. അത് രണ്ടു കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓക്കെ, ഇനി കൃഷ്ണമണി ഈർപ്പരഹിതവും അദാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ, മാലക്കണ്ണ് എന്നറിയപ്പെടുന്നത്. കൃഷ്ണമണി ഈർപ്പരഹിതവും അദാര്യവും ആയിത്തീരുന്ന അവസ്ഥയാണ്. അതിന് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ്. ഓക്കെ, ഇനി നമ്മളുടെ കണ്ണിലെ കേടുവന്ന കോർണിയ മാറ്റി തൽസ്ഥാനത്ത് പ്രവർത്തനക്ഷമമായ കോർണിയ വച്ചു പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി. ഓക്കെ, കെരാറ്റോപ്ലാസ്റ്റി എന്നുള്ളത് കണ്ണിലെ കേടുവന്ന കോർണിയ മാറ്റി തൽസ്ഥാനത്ത് പ്രവർത്തനക്ഷമമായ കോർണിയ വച്ചു പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ്. ഇനി കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ് എന്നറിയപ്പെടുന്നത്. എക്സോഫ്താൽമോസ് എന്നറിയപ്പെടുന്നത് കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ്. ഓക്കെ, ഇനി ലോകത്തിൽ തന്നെ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതൻ ആണ്. നമ്മളുടെ സുശ്രുതനാണ് ലോകത്തിൽ ആദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ ലോകത്തിൽ ആദ്യമായി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വേർഡ് കോർണാഡ് സിം ആണ്. എഡ്വേർഡ് കോർണാഡ് സിം ആണ് ലോകത്തിൽ ആദ്യമായി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ. അത് ഓസ്ട്രിയയിലായിരുന്നു. 1905 ഡിസംബർ 7 ലോകത്തിൽ ആദ്യമായി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഒഫ്താൽമോസ്കോപ്പ്.
ഒഫ്താൽമോസ്കോപ്പ് എന്നറിയപ്പെടുന്നത് കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ലോകത്തിൽ ആദ്യമായി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വേർഡ് കോർണാട്സിം ആണ് എന്നുള്ളത്. ഈ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന നേത്രഭാഗമാണ് കോർണിയ. അപ്പോൾ കണ്ണ് മാറ്റിവെക്കൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മൊത്തം നേത്രഗോളം മുഴുവനായിട്ട് എടുത്ത് മാറ്റിവെക്കലല്ല, നമ്മളതിൻ്റെ കോർണിയ മാറ്റിവെക്കലെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ശരിയായ അകലം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇത് 25 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് സ്നെല്ലൻസ് ചാർട്ട് ആണ്. അതുപോലെ ദേശീയ അന്ധത സ്നെല്ലൻസ് ചാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ദൂരെ ഒരു ചാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, ABCD എന്നോ എന്തെങ്കിലും ലെറ്റേഴ്സോ നമ്പേഴ്സോ ഒക്കെ ഇങ്ങനെ ആദ്യം വലുതാക്കി എഴുതിയിട്ടുണ്ടാവും, പിന്നെ അതിനേക്കാളും ചെറുതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അതിനെയാണ് നമ്മൾ ഈ സ്നെല്ലൻസ് ചാർട്ട് എന്ന് പറയുന്നത്. ഇനി ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ചത് 1976 എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെന്താ പോയിന്റ് ഉള്ളത്? ഇനി ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും രണ്ടും കൂടെ ഒരാൾക്ക് തന്നെ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഉള്ളവർ ഉപയോഗിക്കുന്ന ലെൻസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ കണ്ണുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയമായിട്ടുള്ള കണ്ണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണിനെക്കുറിച്ച് കണ്ണിൻ്റെ പോർഷൻസ് ഏതെല്ലാമാണ്, കണ്ണിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് നമ്മൾ ഈ പിക്ചർ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ കുറേ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സ്ലൈഡിൽ ഉണ്ടാവും, ഇല്ലാത്തതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളതും വിശ്വസിക്കുന്നു. നമ്മൾ ഇതിൽ കൊടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമായിട്ടായിരിക്കും. അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറയാതെയായിരിക്കും പോകുന്നുണ്ടാവുക. സ്ലൈഡിൽ ഇല്ലാത്തതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു പോവുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ എല്ലാ പാളികളെക്കുറിച്ചും പറഞ്ഞു. അതുപോലെ തന്നെ പ്രകാശഗ്രാഹികളായിട്ടുള്ള റോഡ് കോണ് കോശങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. അവയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് പറഞ്ഞു. അതിലടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുക്കൾ ഏതെല്ലാമാണ് എന്നുള്ളതും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു പോയി. പിന്നെ അതിനുശേഷം നമ്മൾ നേത്രരോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും എല്ലാം തന്നെ നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും മാത്രമാണ് നമുക്ക് ഈ കണ്ണിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണിനെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ബാക്കിയുള്ള 4 ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. ബാക്കിയുള്ളതെല്ലാം ചെറുതാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ കുറച്ചെന്ന് പറയുമ്പോഴും പഠിക്കാനുള്ളതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയിട്ടാണ്. അപ്പോൾ ബാക്കി 4 ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് നമുക്ക് നാളെ കാണാം. കണ്ണിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഇത്ര മാത്രമാണ് നോക്കുന്നത്. ഇതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തന്നു എന്നുള്ളത് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടത് എന്നുണ്ടെങ്കിൽ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.